ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഹൃദയം ടീം കമ്മിങ് അപ്പ് വിത്ത് അനദർ മൂവി. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസനാണ്. പിന്നെ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ഒരുപാട് പേരുണ്ട്. അതായത് നമ്മൾ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, പിന്നെ നിവിൻ പോലി, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു കിടിലൻ താരനിരയുള്ള സിനിമയാണ്. സോ ട്രെയിലർ എങ്ങനെയുണ്ട് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ട്രെയിലർ. 2 മിനിറ്റ് 46 സെക്കൻഡ് ട്രെയിലറാണ്. സോ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ஆள்காரக்கு பெட் பண்ணி இது ஒரு கலைஞரோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. നീ എഴുതിയത് എനിക്ക് സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് നാടകത്തിന്റെ കഥ വല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് ധ്യാൻ ശ്രീനിവാസൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച മുരളി എല്ലാം അതിലും മുട്ടാം. ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നോട് പറ്റൂ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളായി രണ്ട് കൂട്ടുകാരുടെ നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതിലൊരാൾ വിജയിച്ച് വലിയ നിലയിലാവും. ഇനി നമ്മൾ തമ്മില് കാണണ്ടെന്നാണ്. ഓ കല്യാണി ഇത് തപ്പില്ല. എടോ കാണാം. നമ്മുടെ നാടകത്തിൽ നായകനായിട്ട് ഇരുന്ന നാറിയില്ലേ, അവൻ മുങ്ങി. നീ അവ എല്ലാരും മാനിപ്പുലേറ്റ് பண்ண தெரிஞ்சவன்டா. മറ്റവൻ തകർന്ന് പടുകുഴിയിലാവും. സിനിമയിൽ ചാൻസ് മേടിച്ചു വരും. டிசிப்ளின் இல்லாம வாழறவங்களுக்கு கோடம்பாக்கு கிட்டத்தட்ட ஒரு பெர்முடா ட்ரையாங்கிள் மாதிரி. ரெடி? അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലും താമസിക്കണ്ട. വീട്ടിൽ ചെന്ന് ആശി വെച്ചു കൊടുക്ക. ഫുൾ ക്യാമറ ആക്ഷൻ. മലയാള സിനിമയെ കുറിച്ച് വെവ്വേറെ ഡയറക്ടർമാരെ ചർച്ച ചെയ്യുന്നത് പഠിക്കാം. നല്ല വൈബുണ്ട്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ എന്റെ അപ്പൻ 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ, പാട്ടിയത് ചെന്ന് കിളക്കി. നിവിൻ പോലി ஞாபகம் மோதுதே, மனம் ஏங்குதே. 11th ഏപ്രിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ടൊന്നും മനസ്സിലായിട്ട് ഒരു സിനിമയെ പറ്റിയിട്ടായിരിക്കാം ഈ സിനിമ സംസാരിക്കുന്നത്. പിന്നെ ട്രെയിലറിൽ പഴയ കാലഘട്ടത്തിലുള്ള കളർ ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കിടിലൻ ക്യാരക്ടറായിരിക്കും. കൂടുതലായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഹൃദയം പോലുള്ള സിനിമ അല്ല, ഇത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും. അതായത് ഈ സിനിമ, നാടകം ഇതൊക്കെ പറയുന്നുണ്ട് ട്രെയിലറിൽ. സോ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും. സിനിമ 11th ഏപ്രിലിലേക്കാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി സിനിമ കണ്ട ശേഷം പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.